സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞാൻ ഋഗ്വേദത്തിലെ ഒരു ആശയം പിന്നീട് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിരുന്നു. ആ ആശയം ഇതാണ്: ഏകം സത് വിപ്ര ബഹുധ വദന്തി. സത്തിൽ ഒന്നാണ്, പക്ഷേ നാമത്തിൽ വ്യത്യസ്തമാണ്. അതാണ് ഋഗ്വേദം മുന്നോട്ട് വയ്ക്കുന്ന പ്രപഞ്ചവീക്ഷണം. ആ പ്രപഞ്ചവീക്ഷണം ഉപനിഷത്തിൻ്റെ അടിത്തറയാണ്. അപ്പോൾ ഉപനിഷത്തിലെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളുടെയും അകത്തുള്ളത് സിംഗിൾ പ്രിൻസിപ്പിളാണ്. യഥാർത്ഥത്തിൽ ധർമ്മ, സനാതന ധർമ്മ എന്ന വാക്കിന് വേറെ അർത്ഥം ഉണ്ടാകാം, പക്ഷെ ഞാൻ പറയുന്നത് ഇറ്റേണൽ പ്രിൻസിപ്പിൾ എന്നാണ്. ഇന്നലെയും ഇന്നും നാളെയും ഒരുപോലെ നിലനിൽക്കുന്ന, യാതൊരു മാറ്റത്തിനും വിധേയമാകാത്ത ഒരു തത്വം. അതാണ് ഇറ്റേണൽ പ്രിൻസിപ്പിൾ, അതാണ് സനാതന ധർമ്മ. അതിന് മാറ്റമില്ല. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ അടിത്തറ മാറ്റമില്ലാത്ത ഏകതത്വമാണ് എന്നതാണ് ഈ ഋഗ്വേദത്തിലെ ഈ അടിസ്ഥാന സൂക്തത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ശങ്കരാചാര്യർ മുന്നോട്ട് വയ്ക്കുന്ന അദ്വൈതം. എല്ലാറ്റിൻ്റെ ഉള്ളിലും ഒറ്റ പ്രിൻസിപ്പിളുള്ളൂ. ബാഹ്യമായിട്ട് നമുക്ക് രണ്ടെന്ന് തോന്നിയാലും അത് ആന്തരികമായിട്ട് അതൊന്നാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇന്ത്യക്കാരും ഇന്ത്യൻ ഫിലോസഫി പഠിപ്പിക്കുന്ന ആൾക്കാരും ഇത് വായിച്ചിട്ട് ഇതിനെ മാത്രം ആശ്രയിച്ച് നിൽക്കുകയാണ്. എന്നാൽ ഇതിന് പാരലായിട്ട് ഇതേ ആശയം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയതാണോ എന്ന് ഞാൻ പറയുന്നില്ല. ഇതേ ആശയം ഗ്രീസിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പം ചിലർ പറയുന്നുണ്ട്, ഷ്രോഡിങ്ങർ കണ്ടെത്തി കോൺഷ്യസ്നെസ്സാണ് ആദിയിലുണ്ടായിരുന്നത്. അതാണ് ഉപനിഷത്തുക്കൾ പറയുന്നത്. എല്ലാറ്റിൻ്റെയും മൂലകാരണം കോൺഷ്യസ്നെസ്സാണ്, ബോധം. പ്രിയമുള്ളവരെ, ഗ്രീക്ക് ഫിലോസഫി നിങ്ങൾ പഠിച്ചു നോക്കിയാൽ ഉപനിഷത്ത് എഴുതിയ അതേ കാലഘട്ടത്തിൽ BCE 600 കാലഘട്ടത്തിൽ അനക്സഗോറസ് എന്ന് പറയുന്ന ചിന്തകൻ പറയുന്നുണ്ട്, എല്ലാറ്റിൻ്റെയും അടിത്തറ കോൺഷ്യസ്നെസ് ആണെന്ന്. അവർ സിംഗിൾ സോഴ്സിനെ അന്വേഷിച്ചു പോയ ആൾക്കാരാണ്. ഏത് ഏകകേന്ദ്രത്തിൽ നിന്നാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഉരുത്തിരിഞ്ഞത്? അപ്പം അനക്സഗോറസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഏറ്റവും അടിത്തറയിൽ കിടക്കുന്നത് കോൺഷ്യസ്നെസ് ആണെന്ന്. ഇനി വേറെ ചിലർ പറയും എല്ലാറ്റിൻ്റെയും അടിത്തറയിൽ കിടക്കുന്നത് വെള്ളമാണെന്ന്. ഈ നാരായണൻ എന്ന വാക്ക് തന്നെ വെള്ളത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന വെള്ളത്തിൻ്റെ ചൈതന്യം എന്നാണ്. പ്രിയമുള്ളവരെ, താലസ് എന്ന് പറയുന്ന ഗ്രീക്ക് ചിന്തകൻ, അദ്ദേഹമാണ് ഏറ്റവും ആദ്യം ഗ്രീക്ക് ഫിലോസഫറായിട്ട് അവർ കണക്കാക്കണേ. താലസ്, ഞാൻ പ്രൊനൗൺസ് ചെയ്യാറ് തെയിൽസ് എന്നാണ്, THALES. താലസ് എന്ന് പറയുന്ന ഗ്രീക്ക് ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാം രൂപം കൊണ്ട ആർക്കിയോളജി എന്നൊക്കെ വാക്ക് അതിൽ നിന്നാണ് വരുന്നത്. ARCHE, ആർക്കെ എന്ന് പറയുന്നത് വെള്ളമാണെന്ന്. വെള്ളത്തിൽ നിന്നാണ്, വെള്ളത്തിലൂടെയാണ് എല്ലാം ഉണ്ടായതെന്ന്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇത് നമ്മൾ മാത്രം കണ്ടെത്തിയതല്ല. ഇതിന് സമാനമായ കാലഘട്ടത്തിൽ അപ്പുറത്ത് ഇത് കിടപ്പുണ്ട്. ആരിൽ നിന്ന് അത് ഞാൻ അന്വേഷിക്കുന്നില്ല. അപ്പോൾ പ്രിയമുള്ളവരെ, ഇത് ഇപ്പുറത്ത് പറയുമ്പോൾ വലിയൊരു ചോദ്യം നമ്മുടെ കൺമുമ്പിൽ വരികയാണ്. ഏകം സത് വിപ്ര ബഹുധ വദന്തി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനെ അരിസ്റ്റോട്ടിലെ ഉന്നയിക്കുന്ന ഒരു ആരോപണം നിങ്ങളോട് പറയാം. ഈ പറയുന്ന വാചകത്തിന് അതെവിടെ നിന്നാണ് കിട്ടുക എന്ന് ചോദിച്ചാൽ, അത് അരിസ്റ്റോട്ടിലിൻ്റെ ഈ ബുക്കിൽ നിന്ന് കിട്ടും. നിങ്ങൾക്ക് വെറും 400 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഓക്സ്ഫോർഡ് പബ്ലിക്കേഷനിൽ നിന്ന് കിട്ടും. ഈ പുസ്തകത്തിൻ്റെ പേരാണ് ഫിസിക്സ്.
ഈ പുസ്തകത്തിൻ്റെ എന്താണോ പറയുന്നത് ടൈം ആൻഡ് സ്പേസിനെ കുറിച്ച്, അതാണ് ഇന്നും ഐൻസ്റ്റീനും ഷ്രോഡിങ്ങറും ഒക്കെ ചർച്ച ചെയ്യുന്നത്. ടൈം സ്പേസ് എന്ന് പറയുന്നതിൻ്റെ ഡൈനാമിക്സാണ്. ഇതിലാണ് ആദ്യമായിട്ട് ലോകത്തിൽ ഇത് അവതരിപ്പിക്കുന്നത്. കാരണം ഇന്ത്യക്കാർക്ക് ടൈമും സ്പേസും ഡിഫൈൻ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ പ്രിയമുള്ളവരെ ഫിസിക്സ് എങ്ങനെ ഉണ്ടാവുക? അപ്പോൾ ഇതിൽ ഏക പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഏകം സത് ബഹുദ വദന്തി എന്ന പ്രിൻസിപ്പിളിനെ ഇദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? ഈ അരിസ്റ്റോട്ടിൽ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. അത് ദ മെറ്റാഫിസിക്സിലും കാണാം, ഈ ഫിസിക്സിലും കാണാം, പിന്നെ ഡി ആനിമയിലും സെയിം ചോദ്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, വെള്ളവും പാലും ഒന്നാണോ രണ്ടാണോ? ബാഹ്യമായിട്ട് കാണുമ്പോൾ രണ്ടാണ്, ആന്തരികമായിട്ട് കാണുമ്പോൾ ഒന്നാണ് എന്ന് പറഞ്ഞാൽ അരിസ്റ്റോട്ടിൽ ചോദിക്കുന്ന ചോദ്യം, വെള്ളം കുടിച്ചാലും പാല് കുടിച്ചാലും ഒരേ സംഭവമാണ് ഉണ്ടാവുക? അല്ല. ശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ ഡിഫൈൻ ചെയ്യുന്നത് വ്യത്യാസത്തിൽ നിന്നാണ്, ഡിഫറൻസ്. അപ്പം ഈ കാണുന്നതിന് ഡിഫറൻസ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് നിർവചിക്കാൻ പറ്റുക? വെള്ളം ഇന്നത്, വെള്ളവും പാലും തമ്മിൽ വ്യത്യാസമുണ്ട്, ചോറും കപ്പയും തമ്മിൽ വ്യത്യാസമുണ്ട്, ഇറച്ചിയും മീനും തമ്മിൽ വ്യത്യാസമുണ്ട്, പാലും തൈരും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നെങ്ങനെയാണ് നിങ്ങൾക്ക് നിർവചിക്കാൻ പറ്റുക? അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഗ്രീസിൽ ഈ ആർഗ്യുമെൻറ്റിന് എതിരായിട്ട് രൂപം കൊണ്ടതാണ് ഹെറാക്ലിറ്റസിൻ്റെ വാദം. എല്ലാറ്റിൻ്റെയും അടിയിലുള്ള തത്വം ഏകമാണെന്ന് പാർമനൈറ്റ്സ് പറഞ്ഞു. പാർമനൈറ്റ്സ്, അത് ഇറ്റലിക്കാരനാണ്. അപ്പോൾ ഹെറാക്ലിറ്റസ് അപ്പുറത്ത് പറയുന്നുണ്ട് എല്ലാം മാറ്റത്തിന് വിധേയമാണ്. ഒരു പുഴയിലേക്ക് 2 പ്രാവശ്യം നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ പ്രിയമുള്ളവരെ, അതാണ് ഇവിടെ കാണുന്ന സനാതനന്മാരും ചാർവാകന്മാരും. ഒരു കൂട്ടർ പറഞ്ഞു ഇവിടെ ഈ തത്വങ്ങൾക്കൊന്നും യാതൊരു മാറ്റവുമില്ല, അതിൻ്റെ അകത്തുള്ള പ്രിൻസിപ്പിളൊക്കെ ഒന്നാണ്. അപ്പോൾ വേറെ കൂട്ടർ പറഞ്ഞു അകത്തുള്ളത് മുഴുവൻ പുറത്ത് കാണുന്ന വ്യത്യാസം തന്നെ അകത്തുണ്ട്, അതുകൊണ്ട് പുറത്തേക്ക് ബാഹ്യമായിട്ട് വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നതും നാമത്തിലുള്ള വ്യത്യാസമല്ല, അതിൻ്റെ അകത്തും വ്യത്യാസമുണ്ട്. വെള്ളവും ഹൈഡ്രോക്ലോറിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും ഒക്കെ വ്യത്യാസമുണ്ട്. ഇനി വെള്ളവും സൾഫ്യൂരിക് ആസിഡും ഒന്നാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഫ്രെഡറിക് എംഗൽസ് ഒരു പുസ്തകത്തിൽ പറയാണ്, വെള്ളത്തിന് പകരം സൾഫ്യൂരിക് ആസിഡ് കുടിച്ചു നോക്കിയാൽ മതി, അപ്പം നിങ്ങൾക്ക് വെള്ളവും സൾഫ്യൂരിക് ആസിഡും തമ്മിൽ വ്യത്യാസമുണ്ടോ, അതോ അത് നാമത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, അതിൻ്റെ കണ്ടൻറ്റിൽ വ്യത്യാസം ഇല്ല എന്ന് തെളിയിക്കാൻ ഇതാണ് മാർഗം, വേറെ മാർഗമില്ല എന്നാണ്. അദ്ദേഹം ഉപയോഗിക്കുന്ന ഉദാഹരണം സൾഫ്യൂരിക് ആസിഡും വെള്ളമല്ല കേട്ട. അദ്ദേഹം ഉപയോഗിക്കുന്ന ഉദാഹരണം, നിങ്ങൾക്ക് ഒരു ഷൂ ബ്രഷ് കാണുമ്പോൾ അത് പശുവിൻ്റെ മിൽച്ചിങ് പാർട്ടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഷൂ ബ്രഷ് ഒന്ന് കറന്ന് നോക്കിയാൽ മതി, മിൽച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ പാല് കിട്ടോ ഇല്ലേ എന്ന് നോക്കിയാൽ നിങ്ങൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിച്ചറിയാം. അപ്പോൾ പ്രാക്ടീസിലൂടെയാണ് തിരിച്ചറിയാമെന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാറ്റിൻ്റെയും ഉള്ളിലുള്ള പ്രിൻസിപ്പിൾ ഒന്നാണെന്ന് പറഞ്ഞാൽ പിന്നെ വ്യത്യാസം എന്ന് പറയുന്നതില്ല. വ്യത്യാസം എന്ന് പറയുന്നതില്ലെങ്കിൽ അപ്പോഴാണ് ഇവർ പറഞ്ഞത്, അപ്പം നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലൊക്കെ ഉള്ളതിന് എല്ലാറ്റിനും വ്യത്യാസം ഉണ്ടല്ലോ. അങ്ങനെയാണ് മായാവാദം എന്ന് പറയുന്ന വാദം ഉരുത്തിരിഞ്ഞു വരുന്നത്. ആ വ്യത്യാസം റിയൽ അല്ല, അത് ബാഹ്യമാണ്. അപ്പോൾ KM ഫ്രാൻസിസിനെ കണ്ടാലും പ്രധാനമന്ത്രി മോദീനെ കണ്ടാലും ബാഹ്യമായിട്ട് മാത്രമേ വ്യത്യാസമുള്ളൂ, അകത്ത് വ്യത്യാസമില്ല എന്നാണ് ഈ ഋഗ്വേദത്തിലെ ഈ മന്ത്രം പറയണേ. അത് ശരിയല്ല, ഞങ്ങൾ അകത്തും വ്യത്യാസമുണ്ട് പുറത്തും വ്യത്യാസമുണ്ട്. അങ്ങനെ വന്നാലാണ് ഒരാളെ കാണുമ്പോൾ മോദിജി എന്നും KM ഫ്രാൻസിസിനെ കാണുമ്പോൾ ആ പലചരക്ക് കച്ചവടക്കാരൻ്റെ മകനെന്നും ഉള്ള വ്യത്യാസം പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എവിടെ വ്യത്യാസം? അപ്പോൾ ഐഡൻറ്റിറ്റി, അത് ശാസ്ത്രത്തിൻ്റെ അടിത്തറ അതാണ്. ഒരു ചെടി കണ്ടാൽ അവരതിനെ വേർതിരിക്കുകയായി, വേര്, തണ്ട്,
വേര്, തായ്തടി, കൊമ്പുകൾ, ഇലകൾ, പൂക്കൾ, ഫലങ്ങൾ എല്ലാം നാമത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അതിൻ്റെ ഓരോന്നിൻ്റെയും നിങ്ങൾക്ക് അതിൻ്റെ മാങ്ങ തിന്നുന്നതിന് പകരം മാങ്ങയുടെ ഇല തിന്നാൻ പറ്റും. അപ്പോൾ ഇവർ എഴുതി വെച്ചെന്തെന്ന്, അങ്ങനെയാണ് മായാവാദം വരണേ. ഇത് നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ്. യാഥാർത്ഥ്യം അങ്ങനെയല്ല, അറിവില്ലായ്മ കൊണ്ട് തോന്നുന്നതാണ്. കാരണം ഈ ബാഹ്യമായത് മുഴുവൻ കടന്നു പോകും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ശരീരവും മോദിജിയുടെ ശരീരവും ഇല്ലാണ്ടായി പോകും. അപ്പോൾ ശരീരത്തിൻ്റെ പ്രാധാന്യത്തെ അപ്പം നിഷേധിച്ചു, ആത്മാവ് മാത്രമാക്കി, എന്നിട്ട് അതൊന്നാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇതാണ് ക്രിസ്തുമതം എന്നാണ് എൻ്റെ കൂട്ടുകാർ ചില അച്ഛന്മാർ പറഞ്ഞുകൊണ്ട് കിടക്കണേ. ക്രിസ്തുമതം മാത്രമാണ് ശരീരം, ശരീരത്തിൻ്റെ ഉയർപ്പിലും ശരീരത്തിൻ്റെ രൂപാന്തരപ്പെടലിലും. അപ്പം ശരീരം ഒരു വസ്ത്രമാണ്, അത് കീറിപ്പോകും. ബാക്കി വരുന്നത് സത്താണ്. ആ സത്ത് എല്ലായിടത്തും ഒന്നാണ്. ഇതോടുകൂടി നിർവചനം അവസാനിക്കും. ശാസ്ത്രം പുരോഗതി പ്രാപിക്കില്ല. കാറ്റഗറീസ് ഉണ്ടാവില്ല. മൃഗം, ചെടി, ബാക്ടീരിയ, വൈറസ്, ഇങ്ങനെയുള്ള കാറ്റഗറീസ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് ഫിസിക്സിൽ പറയുന്ന ഒന്നാമത്തെ ആരോപണം. അപ്പോൾ അതുകൊണ്ടാണ് ഇത് മായയല്ല, ഇതൊരു റിയാലിറ്റിയാണ് എന്ന് പറഞ്ഞ് ചാർവാകന്മാരും ബുദ്ധന്മാരും രംഗത്ത് വരുന്നത്. അപ്പോൾ ഏതാണ് ശരി? ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ ശരിയാണ്, എല്ലാവരുടെ ഉള്ളിൽ ഒന്നാണെന്ന് നമുക്ക് ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ പറ്റും. യാഥാർത്ഥ്യത്തെ പരിശോധിക്കുമ്പോൾ നേരെ തിരിച്ചും കാണും. അപ്പോൾ ബുദ്ധിക്കനുസരിച്ചിട്ട് യാഥാർത്ഥ്യത്തെ കളയണോ, യാഥാർത്ഥ്യത്തിനനുസരിച്ച് ബുദ്ധിനെ കളയണോ? ഇതാണ് ചോദ്യം. അപ്പോൾ സനാതന ധർമ്മക്കാർ എന്ത് ചെയ്തു? അവരുടെ യുക്തിയുടെ പാറ്റേണിനനുസരിച്ച് നോക്കുമ്പോൾ ഇത് റിയാലിറ്റി അവർ മാറ്റിക്കളഞ്ഞതിനെ മായയാണെന്ന് പറഞ്ഞു. മറ്റവരെന്ത് ചെയ്തു? കാഴ്ചയുടെ പശ്ചാത്തലത്തിൽ വസ്തുവിൻ്റെ അകത്ത് സനാതനമായിട്ട് യാതൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ പ്രായോഗികമായിട്ട് വരുമ്പോൾ ബുദ്ധന്മാർക്കാണ് പ്രാക്ടിക്കൽ അപ്ലിക്കേഷനുള്ളൂ. അതുകൊണ്ടാണ് ക്രമേണ രാജാക്കന്മാർ ബുദ്ധമതത്തെ സ്വീകരിച്ച് അങ്ങനെ ഇന്ത്യയുടെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തെ ബാഹ്യമായിട്ട് അംഗീകരിക്കുന്ന ചാർവാകന്മാരിലൂടെയും ബുദ്ധനിലൂടെയും ഉണ്ടായി എന്ന് പറയപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് ബുദ്ധമതക്കാരാണ് എഴുത്ത് ആരംഭിച്ചത്, പുസ്തകം ആരംഭിച്ചത്, സ്കൂളുകൾ ആരംഭിച്ചത്. അതിൻ്റെ ഇപ്പുറത്ത് എന്തുണ്ടായി? ഇതൊക്കെ അയാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെ മറികടക്കാൻ വേണ്ടി ശങ്കരാചാര്യർ എന്ത് ചെയ്തു? ഇതിനെ അതായത് യാഥാർത്ഥ്യത്തെ പരിപൂർണമായി തള്ളിക്കളയുന്ന ഉപനിഷത്തിനെ ഒരു പുതിയ വ്യാഖ്യാനം കൊണ്ടുവരികയാണ്. അതാണ് വേദാന്തം. അതാണ് ശങ്കരാചാര്യർ പറയുന്നത്. ശങ്കരാചാര്യർ ഈ ലോകത്തെ രണ്ടാക്കി വേർതിരിച്ചു. ലോകത്തെ രണ്ടാക്കി വേർതിരിച്ചതിന് ശേഷം ആൾ പറഞ്ഞു റിയാലിറ്റിക്ക്, അപ്പോഴാണ് ഈ മാറ്റമില്ല, സനാതനത്വം, സനാതന പ്രിൻസിപ്പിൾ പറയണേ, റിയാലിറ്റിക്ക് യാതൊരു മാറ്റവും ഇല്ല. ആ മാറ്റമില്ലാത്ത റിയാലിറ്റീനെ പറയുന്ന പേരാണ് സനാതന ബ്രഹ്മൻ. അതിന് യാതൊരു മാറ്റവും ഇല്ല. എന്നാൽ ആ ലോകത്തിന് അദ്ദേഹം പറഞ്ഞു പരമാർത്ഥിക ലോകം. പരമാർത്ഥത്തിൽ അതാണ്. പക്ഷെ നമ്മുടെ വ്യവഹാരിക ലോകത്തിൽ മാറ്റങ്ങളുണ്ട്, മാറ്റത്തിന് വിധേയമുണ്ട്, ചേഞ്ച് ഉണ്ട്. പക്ഷേ ബുദ്ധിയുള്ളവൻ എന്ത് ചെയ്യണം? വ്യാവഹാരിക ലോകം കടന്നു പോകും, പരമാർത്ഥ ലോകം നിലനിൽക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇദ്ദേഹം എന്ത് ചെയ്തു? ബുദ്ധൻ്റെ തത്വത്തെ രണ്ട് കാറ്റഗറിയാക്കി വെച്ച് ഈ സനാതന ധർമ്മത്തിൻ്റെ മുകളിൽ ബുദ്ധധർമ്മത്തെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ശങ്കരാചാര്യർ. അപ്പോൾ പുറമേന്ന് കാണുമ്പോൾ ബുദ്ധന്മാർ പറയുന്നത് തന്നെയാണല്ലോ ഇവിടെയും പറയുന്നേ, എന്താ വ്യത്യാസം? അങ്ങനെയാണ് താത്വികമായിട്ട് ബുദ്ധമതത്തെ ശങ്കരാചാര്യർ വാദപ്രതിവാദം കൊണ്ട് ഇല്ലാതാക്കിയത്. എന്നാ ഉള്ളിൽ. അപ്പം അതുകൊണ്ടാണ് ശങ്കരാചാര്യർ പറയുന്നത് ബുദ്ധൻ്റെ വേഷം ധരിച്ച
സനാതന ധർമ്മിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ടൈറ്റിൽ പേര് കൊടുത്തത് പ്രച്ഛന്ന ബുദ്ധൻ എന്ന്. അപ്പം പ്രിയമുള്ളവരെ, നേരത്തെ പറഞ്ഞ എല്ലാറ്റിൻ്റെ അകത്ത് ഒരേപോലെയാണെങ്കിൽ പിന്നെ എന്തിനാണ് നിർവചനം, ഡെഫിനിഷൻ? ഈ സനാതന ധർമ്മം അനുസരിച്ചിട്ട് ഞാൻ നീ എന്ന് പറയുന്നതില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം എന്നിലുള്ള തത്വവും നിന്നിലുള്ള തത്വവും ഒക്കെ എന്താണ്? ഒന്നാണ്. ഡിഫറൻസ് ഇല്ലെങ്കിൽ എത്തിക്സ് എങ്ങനെ ഉണ്ടാവണം? ഞാൻ ഇങ്ങനെ പെരുമാറണം, നീ അങ്ങനെ പെരുമാറണം എന്നെങ്ങനെ പറയാൻ പറ്റുക? കുതിരയായാലും കഴുതയായാലും പട്ടിയായാലും പൂച്ചയായാലും മനുഷ്യനായാലും ഉള്ളിലൊന്നാണ്. ഇതാണ് അരിസ്റ്റോട്ടിൽ ഈ പുസ്തകത്തിൽ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ആരോപണം. മൂന്നാമത്തെ ആരോപണം, പാരമാർത്ഥിക ലോകത്തിന് ചേഞ്ച് ഇല്ല എന്നാണ്. പുറമെ കാണുന്നതിന് മാത്രമേ ചേഞ്ച് ഉള്ളൂ. അപ്പോൾ ഈ പാരമാർത്ഥിക ലോകത്തിൽ ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുക്കൾക്ക് ചേഞ്ചിനെ ഒഴിവാക്കി എന്നാണ് പാർമനൈറ്റ്സിനെതിരെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. ശങ്കരാചാര്യർക്കെതിരെ അരിസ്റ്റോട്ടിൽ എഴുതിയിട്ടില്ലേ? പാർമനൈറ്റ്സിനെതിരെ. ഇഫ് ദർ ഈസ് നോ ചേഞ്ച് ദർ ഈസ് നോ സ്പേസ്. ഒരു വസ്തു ഇവിടെ നിന്ന് ഇവിടേക്ക് മാറുമ്പോഴാണ് അതിനെന്തെന്ന് വിളിക്കുക? ചേഞ്ച് എന്ന് വിളിക്കുക. ചേഞ്ച് ഉണ്ടായാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? സ്പേസ് ഉണ്ടാവുള്ളൂ. സ്പേസും ചേഞ്ചും ഉണ്ടായാൽ മാത്രമേ ടൈം ഉണ്ടാവുള്ളൂ. അപ്പം 3 കാര്യങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്. ഏതിനകത്ത്? ചേഞ്ച്, സ്പേസ്, ടൈം. ഈ പ്രപഞ്ചത്തിൻ്റെ ആന്തരിക സത്ത സനാതനമാണെന്ന് പറഞ്ഞാൽ, മാറ്റമില്ലാത്തതാണെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ചും ഇല്ല, സ്പേസും ഇല്ല, ടൈമും ഇല്ല. ഇതാണ് അരിസ്റ്റോട്ടിൽ ഫിസിക്സ് എന്ന് പറയുന്ന പുസ്തകത്തിലെ പാർമനൈറ്റ്സിനെതിരെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഋഗ്വേദം തൊട്ട് ഇന്ന് വരെയുള്ള ഇന്ത്യക്കാരുടെ പ്രധാനപ്പെട്ട ഐഡിയ കിടക്കുന്നത് ഇവിടെയാണ്. ഒന്ന്, ബാഹ്യമായിട്ട് മാത്രമേ മാറ്റമുള്ളൂ, ആന്തരികമായിട്ട് എന്തില്ല? വ്യത്യാസവുമില്ല, ചലനവുമില്ല. പക്ഷെ അവർ പറയണത് ബാഹ്യത എന്ന് പറയുന്നത് ആന്തരികതയുടെ എക്സ്പ്രഷനാണെന്നാണ്. അല്ലാണ്ട് പരമാർത്ഥിക ലോകം ഒന്ന്, വ്യാവഹാരിക ലോകം മറ്റൊന്ന് എന്ന ഡൈക്കോട്ടമിയാണ് ആത്മാവും ശരീരവും തമ്മിലുള്ള ഡൈക്കോട്ടമി. അപ്പോൾ ഉപനിഷത്ത് ആശയത്തിനെയും ബുദ്ധൻ്റെ ആശയത്തിനെയും മോരും മുതരയും പോലെ മിക്സ് ചെയ്യാനാണ് ആർക്ക് പറ്റിയിട്ടുള്ളൂ? ആദിശങ്കരാചാര്യർക്ക് പറ്റിയിട്ടുള്ളൂ. എന്നാൽ അരിസ്റ്റോട്ടിൽ പറയുന്നത് അങ്ങനെയല്ല. ഒരു ഹ്യൂമൻ ബീയിങ് തന്നെ അടിസ്ഥാനപരമായിട്ട് സോളിൻ്റെ മാനിഫെസ്റ്റേഷനാണ് ബോഡി. അപ്പോൾ പാരമാർത്ഥിക ലോകത്തിൻ്റെ മാനിഫെസ്റ്റേഷനാണ് വ്യാവഹാരിക ലോകം. അല്ലാണ്ട് പരമാർത്ഥിക ലോകം വേറൊന്ന്, വ്യാവഹാരിക ലോകം വേറൊന്ന്. അതുകൊണ്ടാണ് പുരോഹിതനെയും സാധാരണ വിശ്വാസിയും തമ്മിൽ മിക്സ് ഇല്ലാത്തത്. അപ്പോൾ ഈ ഒരു ഡിഫറൻസിയേഷൻ ഇന്ത്യയിൽ കിടക്കുന്നതുകൊണ്ടാണ് ഇന്ത്യക്കാർ ഈ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടി. ആ ഒളിച്ചോട്ടം ബുദ്ധനുണ്ടായില്ല. ദുഃഖം ഒരു യാഥാർത്ഥ്യമാണ്, സങ്കടം ഒരു യാഥാർത്ഥ്യമാണ്, രോഗം ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ യാഥാർത്ഥ്യത്തെ മാറ്റാൻ നോക്കണം. അല്ലാണ്ട് പരമാർത്ഥം വേറെയാണ്, യാഥാർത്ഥ്യം വേറെയാണ് എന്ന് വേർതിരിക്കല്ല വേണ്ടേ. അതുകൊണ്ടാണ് ഈ ഇമ്മാനുവൽ കാന്റിലെത്തുമ്പോഴേക്കും ശാസ്ത്രം തന്നെ എങ്ങനെയായിരിക്കണം? യുക്തി കൊണ്ട് കണ്ടെത്തുന്നത് ഒരു വഴിക്ക്, ഒബ്സർവേഷനിൽ നിന്ന് കണ്ടെത്തുന്നത് വേറൊരു വഴിക്ക്. യുക്തി കൊണ്ട് കണ്ടെത്തുന്നതിന് വിളിക്കുന്നതാണ് എപ്രയോറി, അനുഭവം കൊണ്ട് കണ്ടെത്തുന്നതിന് വിളിക്കുന്നതാണ് എപോസ്റ്റീരിയോറി. അപ്പം അനുഭവം കൊണ്ട് കണ്ടെത്തുന്നത് പരമാർത്ഥമല്ലെന്നും യുക്തി കൊണ്ട് കണ്ടെത്തുന്നതാണ് യാഥാർത്ഥ്യമെന്നും പറഞ്ഞാൽ ഇവ തമ്മിലുള്ള കൺകോർഡൻസ് ആവശ്യമില്ല. പക്ഷേ പ്രിയമുള്ളവരെ, മോഡേൺ സയൻസ് എന്ന് പറഞ്ഞാൽ യുക്തി കൊണ്ട് കണ്ടെത്തുന്നതും യാഥാർത്ഥ്യത്തിൽ കാണുന്നതും തമ്മിൽ കൺകോർഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ശാസ്ത്രം അംഗീകരിക്കുള്ളൂ. അപ്പം ചലനമില്ലാത്ത ദൈവവും
ചലനമുള്ള പ്രപഞ്ചവും എന്ന് പറയുന്നത് രണ്ടും എന്താണ്? രണ്ടും ഒരുമിച്ച് ചേരുന്നില്ലേ? അതാണ് ഇന്ത്യയിലെ ഈ വിശ്വാസത്തിനെ, ശാസ്ത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായത്. അതാണ് പാർമനൈഡ്സിനും ഹെറാക്ലിറ്റസിനും എതിരായി പറയുന്ന ആ ആർഗ്യുമെൻസ് ആണ് ദ മെറ്റാഫിസിക്സിൻ്റെയും ദ ഫിസിക്സിൻ്റെയും പുസ്തകത്തിൻ്റെ യഥാർത്ഥ കണ്ടന്റ്. അതുകൊണ്ട് ഇന്ത്യൻ തത്വചിന്ത പഠിച്ചവര് ഇന്ത്യൻ തത്വചിന്തയിൽ മാത്രം വിരമിക്കാതെ മറ്റുള്ളവർ കൂടി പറഞ്ഞത് എന്താണെന്ന് നോക്കിയിട്ട് നമ്മുടെ തത്വചിന്ത യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിനനുസരിച്ച് നമ്മുടെ തത്വചിന്തയെ പരിഷ്കരിക്കാനുള്ള ഒരു ശ്രമം നടത്തുമ്പോഴാണ് ഇന്ത്യ 2050 ആകുമ്പോഴേക്കും മറ്റു രാജ്യങ്ങളെ കവച്ചു വയ്ക്കാൻ കഴിയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അല്ലെങ്കിൽ ഇത് മോരും മുതിരയുമാണ്. സനാതന ഏകധർമ്മം എന്ന് പറയുന്ന ആ തത്വം ഫിസിക്സിലെ യാഥാർത്ഥ്യങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കും എതിരാണ്. ചേഞ്ച് ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഈ പുസ്തകം ഇവിടെ നിൽക്കണു, ഈ സ്ഥലത്ത് നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറുക, ഇങ്ങനെ ഒരു ചേഞ്ച് വന്നാൽ മാത്രമേ ഇവിടെ എന്തുണ്ടാവുള്ളൂ? ഒരു സ്പേസ് വരുള്ളൂ, ദൂരം വരുള്ളൂ. ഇങ്ങനെ ഈ ചേഞ്ച്, ഈ ദൂരം മാറുമ്പോഴാണ് ടൈം ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്പേസ് ആൻഡ് ടൈമിലാണ് ഉണ്ടാവണമെങ്കിൽ ചേഞ്ച്, സ്പേസ്, ടൈം. അതാണ് നമ്മൾ പഠിക്കുന്ന ആക്സിലറേഷൻ ആൻഡ് വെലോസിറ്റി. ഇതാണ് പ്രീ ഡിഗ്രിക്ക് ഫിസിക്സ് പഠിക്കുമ്പോൾ ഞാൻ ആദ്യം പഠിച്ച, എന്നെ TK നടരാജൻ എന്ന അധ്യാപകൻ പഠിപ്പിച്ച ആദ്യ പാഠം അതാണ്. ആ അധ്യാപകനോട് നന്ദിയുണ്ട്. കാരണം ഫോർമുല എനിക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിഞ്ഞൂടെ. ആക്സിലറേഷൻ AT + UT + ½ AT². അങ്ങനെയുള്ള, അതായത് ടൈമും സ്പേസാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഫിസിക്സിലെ ആദ്യ തത്വം. ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. ചേഞ്ച് ഇല്ലെങ്കിൽ എന്തില്ല? സ്പേസ് ഇല്ല. സ്പേസ് ഇല്ലെങ്കിൽ മൂവ്മെൻറ്റിന് ടൈമില്ല. അപ്പം ചേഞ്ച്, ടൈം, സ്പേസ്, ഇത് മൂന്നും ഒരുമിച്ചാൽ നീങ്ങുള്ളൂ. സനാതനം എന്ന് പറഞ്ഞാൽ നോ ചേഞ്ച് എന്നാണ്. അതുകൊണ്ട് സനാതന തത്വം ഫിസിക്സ് എന്ന തിയറിക്ക് വിരുദ്ധമാണ്. ഫിസിക്സ് എന്ന തിയറിയാണ് യാഥാർത്ഥ്യം. 4 തരം ചേഞ്ചിനെ കുറിച്ച് അരിസ്റ്റോട്ടിൽ പറയേണ്ട ഡി അനിമയിൽ, അത് വേറൊരു എപ്പിസോഡിൽ ഞാൻ വിവരിക്കാം. മാറ്റമില്ലെങ്കിൽ സ്പേസ് ഇല്ല, സ്പേസ് ഇല്ലെങ്കിൽ ടൈമില്ല. ഇത് മൂന്നും ഒരുമിച്ച് നിർത്താനുള്ള ഒരു ശ്രമമാണ് ഐൻസ്റ്റൈൻ്റെ റിലേറ്റിവിറ്റി തിയറി എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് സ്പേസും ടൈമും ചേഞ്ചും ഇല്ലാത്ത എല്ലാ തത്വങ്ങളെയും നിരാകരിക്കണമെന്നു കൂടി പറഞ്ഞുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.